വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഇടതു സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തി ചിറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഡിസിസി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഇതിനെല്ലാം ഒത്താശ കൊടുക്കുന്നത് ദൗർഭാഗ്യവശാൽ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി നമ്മുടെ കൃഷ്ണൻകുട്ടിയാണ്, വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കൃഷ്ണൻകുട്ടിയാണ്. ഇതിലൊന്നും പങ്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. ഇപ്പൊ പുതിയ ഒരു കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. മണിയാർ ഡാമിലെ ജലവൈദ്യുതി പദ്ധതി 1991 25 വർഷത്തേക്ക് അതൊരു സ്വകാര്യ കമ്പനിക്ക് കൊടുത്തിരിക്കുക. ആ കമ്പനി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് 50 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് സർക്കാർ കെഎസ്ഇബിക്ക് നൽകണം. അതാണ് കരാർ. 50 പൈസ ഒരു യൂണിറ്റിന് 25 വർഷത്തേക്ക് കരാർ നൽകണം. ആ കരാർ കഴിയുമ്പോൾ അത് സർക്കാർ ഏറ്റെടുക്കാമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ ആ കമ്പനിക്ക് തന്നെ ഇപ്പൊ വീണ്ടും ആ കരാറിൽ 50 പൈസയ്ക്ക് കെഎസ്ഇബിക്ക് നൽകിക്കൊണ്ടിരുന്ന വൈദ്യുതി ഇനി മുതൽ 10 രൂപയ്ക്ക് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാണ് സർക്കാർ ആ കരാർ പുതുക്കി നൽകിയിരിക്കുന്നത്. 50 പൈസ എന്നുള്ളത് 10 രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന്റെ ബാധ്യത കൂടെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ എടുത്തു വെക്കാൻ തീരുമാനിച്ചു. അതും വൈദ്യുതി വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ നിന്നും അറിയാനുള്ള കഴിവില്ല എന്ന് കൂടെ ബോധിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മധു അധ്യക്ഷനായി. സി സുനിൽ, PS ശിവദാസ്, ഉമാദേവി, സാജൻ കോട്ടോപ്പാടം, ശിവരാമകൃഷ്ണൻ, മുരളി തറക്കളം, മോഹനൻ, വേലായുധൻ, സെയ്ദ് ഇബ്രാഹിം, സുരേഷ് എന്നിവർ പ്രസംഗിച്ചു.